Hey guys, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ വലിയ വിശേഷമൊന്നുമില്ല. സൺഡേ അല്ലേ, അപ്പൊ ഷോപ്പിംഗ് കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ സിറ്റിയിലോട്ട് ഇറങ്ങിയ. പിന്നെ കുർബാന കൂടാത്തോണ്ട് ഞാനിപ്പോ പാളയംപള്ളിയിലുണ്ട്. പാളയംപള്ളിയില് കുർബാന കൂടിയിട്ട് ഞാൻ ഇപ്പൊ നിൽക്കുകയാണ്. ഇനിയിപ്പോ എന്റെ രണ്ടു ഫ്രണ്ട്സ് വരാറുണ്ട്. അവര് വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു കഫേ കയറും. ഓക്കെ, ഇനി ബാക്കി വിശേഷങ്ങൾ കഫേ ചെയ്തിട്ടാവും. ഓക്കെ, ബൈ. ഹൈ ഗൈസ്, അപ്പോ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത് ടെക്സൺ മെച്ചിലാണ്. ചിക്കൻ അതിന്റെ എഗ് പ്ലേറ്റ്സ് ആണ്. ഇത് സ്മോക്ക്ഡ് ബീഫ് ബ്രിസ്ക്കറ്റ് പ്ലേറ്റർ ആണ്. പുതിയ വെറൈറ്റി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. ബാ. ടെക്സ് മാക്സിന്ന് അലാറം അടിക്കുമ്പോ നമ്മൾ ഇതും കൊണ്ട് ഓടണം. നമ്മള് ഫുഡ് റെഡി ആകുമ്പോൾ ഇതില് സൗണ്ട് കേൾക്കും. അപ്പോൾ നമ്മൾ പോവുക. ആകെ നമ്മള് 2 സാധനമാണ് ഓർഡർ ചെയ്തത്. ഇത് ഓവർ പ്രൈസ് ആണ് എന്റെ ഒരു നിഗമനം. പക്ഷെ ആൽബിയുടെ ഇത് വെച്ചാണെങ്കിൽ ഇത് പ്രൈസ് ആണോ? ആൽബിക്ക് ചീപ്പാ. ചീപ്പ് നോർമൽ 10,000 രൂപയുടെ ഷൂ. അതെ, 10,000 രൂപയുടെ ഷൂ ഇടുന്നതന്നെയാണോ 1000 രൂപയ്ക്ക് ഫുഡ് വാങ്ങുന്നവര്? ഓർഡർ ചെയ്ത സാധനം നമുക്ക് റെഡിയായി എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ സാധനം എത്തിയിരിക്കുകയാണ്. സീനല്ലേ ഗൈസ്, ഇതാണ് അപ്പൊ നമ്മുടെ സാധനം. ബീഫ് ബ്രിസ്ക്കറ്റ് ആൻഡ് പജീറ്റ. പജീറ്റ, ഇതാണ് ഗൈസ് പജീറ്റ. ഓക്കെ, ലെറ്റ്സ് ഈറ്റ് സംതിങ്. ഐ ലൈക്ക് ദിസ് ബിസ്ക്കറ്റ്. കുഴപ്പമില്ല, കൊള്ളാമെന്നേ പറയാം ഗൈസ്. അപ്പൊ ഇതൊന്ന് തീർത്തിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് തീറ്റിരിക്കുകയാണ്. എന്തോ കൊള്ളാമോ ചോദിച്ചാ കൊള്ളാം, ചോദിച്ചാൽ കുഴപ്പമില്ല. സാധനം കുഴപ്പമില്ല, അങ്ങനെ വലിയ മസ്റ്റ് ട്രൈ സാധനം അങ്ങനെയൊന്നുമല്ല. ഇറ്റ്സ് ഓക്കെ. 1000 rupees ആണ് തരുന്നത്, ഒരു 5 minutes. അതെ, കഴിവുണ്ട് നമ്മൾ. എനിക്ക് വന്നിട്ട് ഓക്കെയാണ്. എനിക്ക് ബ്രിസ്ക്കറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പേഴ്സണലി. കാരണം വന്നിട്ട് എനിക്കതൊരു ഒരു സ്മോക്കി ഫീൽഡ്, ഒരു കരിഞ്ഞൊരു ഫീൽ വന്നു. അതെനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി തോന്നിച്ചു. അതുകൊണ്ട് ഓക്കെ, കൊള്ളാം, നൈസാണ്. മസ്റ്റ് ട്രൈ അല്ല, ഒന്നും നമ്മൾ കഴിച്ചൊന്നും ട്രൈ അല്ല, ട്രൈ അല്ല, ട്രൈ ചെയ്യാം. വൺസിന്റെ ട്രൈ ചെയ്യാം, കുഴപ്പമില്ല, ട്രൈ ചെയ്യാം. പക്ഷെ ബീഫ് ബ്രിസ്ക്കറ്റ് കുറച്ചും കൂടെ ഇതാക്കായിരുന്നു. മേ ബി ഇഷ്ടപ്പെടുന്നവരും കാണാം. ഈ നമ്മളെ റിവ്യൂ കണ്ട് ആരും ആകാതിരിക്കാണ്. സോ വി ആർ സൈനിങ് സൈനിങ് ഓഫ് ആവുന്ന സമയമല്ല, നമ്മളിനി പോണ വഴിക്ക്. സോ ഐ ആം സൈനിങ് ഓഫ്. പോണ വഴിക്ക് ചിലപ്പോ ഇനി എന്തെങ്കിലും കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങുമായിരിക്കും. ചെറുതായിട്ട് ലഘുവായിട്ട് എന്തെങ്കിലും ചിലപ്പോ കഴിക്കും, പറയാൻ പറ്റില്ല. 1000 രൂപയുടെ ഫുഡ് കഴിച്ചിട്ട് വയറ് തന്നില്ല. നമുക്കിപ്പോ വീണ്ടും കാണാം. നമ്മൾ ആദ്യം ഇവിടെ നിന്ന് പുറത്തിറങ്ങട്ടെ. അതൊക്കെ അപ്പഴേ കൊടുത്തു. ഓക്കെ, ബൈ. അപ്പൊ നമ്മള് ഫ്രോസൺ ബോട്ടിൽ വന്നിരിക്കുകയാണ്. ഇനി ജസ്റ്റ് ഷേക്സ് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിട്ട്. എനിക്ക് ഞാൻ എന്തായാലും ബെറി ബ്ലാസ്റ്റ് മിൽക്ക് ഷേക്ക്. അപ്പോ എനിക്ക് ഓറിയോ ചീസ് കേക്ക് ട്രൈ ചെയ്താലോ? ഓർഡർ ചെയ്ത് ആൽബിക്കാണ് 1/2 മണിക്കൂർ. ഞാനൊരു ഓറിയോ, വേറെ എന്തോ ഒരു ബ്രൗണി സാധനം, ചീസ് കേക്ക് ബ്രൗണി. ഇപ്പൊ ഇത് നമ്മൾ ചിലപ്പോൾ ടേക്ക് അവേ ആയിരിക്കും ചെയ്യണേ. ഡൈനിങ് ചെയ്യാൻ വേണ്ടി എനിക്ക് വലിയ ആംബിയൻസ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോ നമ്മള് ടേക്ക് അവേ ആയിരിക്കും. എന്നിട്ട് പുറത്തു പോയിട്ട് അവിടെ നിന്നെങ്കിലും കുടിക്കാനാണ് പ്ലാൻ. ലവ് യു സോ മച്ച് ഉമ്മ. എന്റെ ഫാൻസിനെ എല്ലാം. ഓക്കെ ഓക്കെ ഓക്കെ, അവന്റെ ഫാൻസ് ആർക്കാണ് സാധനം കിട്ടിയിരിക്കുകയാണ്. ഓ മൈ ഗോഡ്, അബുവിന്റെ ദിവസം, അബുവിന്റെ മാത്രം. ഇപ്പോ ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറയുന്നത് നിനക്കൊന്നും പൈസ ഇല്ലെങ്കിൽ നമ്മളെ വേണ്ടേന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആ വ്യക്തിയോട് ഞാൻ എന്ത് പറയും? ആ വ്യക്തി വേറെ ആരില്ല, വിഷയാണിതാ. പൈസ ഇല്ലെങ്കിൽ വിളിക്കുമായിരുന്നു, പക്ഷെ അവന്റെ കാര്യം റിസോ മറന്നു. നമ്മുടെ അത് തന്നെ പാവമാണ്. ഭയങ്കര സ്നേഹമുള്ള, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഉടനെ ഓടി എത്തുന്ന ഒരു പയ്യനാണ്. നല്ല മനസ്സുള്ള ഒരു വ്യക്തിയെ വിളിക്കാതെയാണ് ഇവ വന്നത്. നമ്മളിപ്പോ മാനേജാണ്. മാനേജ് കുറച്ചു നേരം കാണും. അത് കഴിഞ്ഞ് ഞാൻ ഞാൻ വീട്ടിലോട്ട് പോകണം. എനിക്കിനി ഇവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം വീട്ടിലോട്ട് പോവാൻ. ഓക്കെ ഗൈസ്,
ഓക്കെ 50 കിലോമീറ്റർ യാത്ര ചെയ്ത് ഒരു ഫ്രോസൺ ബോട്ടിൽ ഓടിക്കാമെന്ന് തുടങ്ങി ഇതേപോലത്തെ വള്ളി കേസുകളുള്ള വേറെ എവരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇറ്റ്സ് സൈനിങ് ഓഫ് ആൻഡ് ആൽബിനോസ്.